ചെന്നൈയിൽ 8-9 ഷോപ്പുകൾ ഒപ്പരം സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാം കൂടിയും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അത് പൊട്ടുമ്പം വലിയൊരു ലോസാണ് എനിക്ക് വരുന്നത്. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്നത്. അതുപോലെ എൻക്വയറീസ് പിന്നെയും വരാൻ തുടങ്ങി. ഞാനവിടെ ഒരു 2 മാസം പോലെ ഞാൻ റൂമിന് റെൻറ്റ് പോലും കൊടുക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോണ ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. പത്താം നാളിൻ്റെ മുകളിൽ ഞാൻ ചാടാൻ നോക്കിയിട്ട് എന്നെ അവിടെ നിന്ന് ആൾക്കാർ പിടിച്ചിട്ട് റൂം മാറ്റിയിട്ട് റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. സംഭവിച്ച ശരിക്കും റിയൽ ആയിട്ടുള്ള സ്റ്റോറിൻ്റെ 1% പോലും ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. ട്രേഡിങ് എന്താണെന്ന് അതിൻ്റെ ഇൻഡെപ്ത് പോയിട്ട് വൃത്തിക്ക് പഠിച്ചു. കുറച്ച് ടൈം എടുത്തപ്പോഴേക്ക് തന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ പിന്നെ കുറച്ച് ഇൻകൊക്കെ വരാൻ തുടങ്ങി, റിട്ടേൺസ് വരാൻ തുടങ്ങി. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബെഗർ. പക്ഷേ ട്രസ്റ്റ്, ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് 100% വിശ്വാസമുണ്ട്. അത് വിജയിക്കുന്നവരെ ഞാൻ അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യും. അത് നമ്മൾ ആദ്യം പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾ എംപ്ലോയി മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാറുണ്ട്. ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല ബില്യണർ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇനി ഏതെങ്കിലും തിരിച്ചു പിടിക്കാൻ ഏതെങ്കിലും വണ്ടിയുണ്ടോ മനസ്സിലായി? അധികം ആരും കൈവയ്ക്കാത്തൊരു മേഖലയാണ് ക്രിപ്റ്റോ ട്രേഡിംഗ്. പ്യൂർ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും കൊണ്ട് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ. ലൈഫിൽ പല തിരിച്ചടികൾ നേരിട്ടിട്ടും ഒറ്റയ്ക്ക് എല്ലാം തരണം ചെയ്ത് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരു ബിസിനസ് സംരംഭകൻ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വരെ നേടിയ മുഹമ്മദ് റിഷാദാണ് നമ്മോടൊപ്പം ഷോയ്ക്കുള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പൊതുവെ മലയാളികൾക്ക് ഒരു പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുപോലൊരു മേഖലയാണ് ക്രിപ്റ്റോ. സോ ക്രിപ്റ്റോയിൽ വളരെയധികം നല്ല സക്സസ് അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ ട്രേഡറാണ് താങ്കൾ. അപ്പം ക്രിപ്റ്റോ അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരും നിലവിലുണ്ട്. അപ്പം എന്താണ് ക്രിപ്റ്റോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അപ്പോൾ ക്രിപ്റ്റോനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. എന്നുവെച്ചാൽ പണ്ട് ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നാണയങ്ങൾ വന്നു, പിന്നെ കറൻസി വന്നു, അത് കഴിഞ്ഞ് പിന്നെ കാർഡുകൾ വന്നു, ബാങ്കിങ് സിസ്റ്റങ്ങളും ഗൂഗിൾ പേ സംഭവങ്ങളെല്ലാം വന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവൽ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ. USDT അല്ലെ ബിറ്റ് കോയിനോ ടെതറോ എന്ത് സംഭവമാണെങ്കിലും ഏത് രാജ്യത്തും നമുക്ക് ആ സംഭവം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഫിസിക്കൽ കറൻസിനെ വേണമെങ്കിൽ ക്രിപ്റ്റോ കറൻസി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നിലവിൽ പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും ഫിസിക്കൽ കറൻസിക്ക് പകരം ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ 2021 മുതൽ ഇപ്പോൾ ദുബായിലൊക്കെ സ്കൂളുകളൊക്കെ ക്രിപ്റ്റോ കറൻസികൾ ഫീസായിട്ടൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഡോജ് കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്ല കാറ് വാങ്ങാൻ ഡോജ് കോയിൻ കൊടുത്താൽ വാങ്ങാൻ പറ്റുമായിരുന്നു. കേരളത്തിൽ ഇതെന്താ അത്ര കൂടി ഫെമിലിയർ ആകാത്തത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ അത്ര ഫെമിലിയർ ആകാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ എന്താ പറയുക, ഇവിടെ പല ടെക്നോളജീസും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലൊക്കെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും പോയി നോക്കും ആദ്യം, എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ പഴയ രീതിക്ക് തന്നെ വീടുകളുണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് എനിക്ക് അറിയില്ല എന്തോ എന്നുവെച്ചാൽ ഒരു പുതിയ ടെക്നോളജി വരുമ്പം അത് ചെയ്യുന്നില്ലെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു തന്നെങ്കിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്സെപ്റ്റൻസ് എന്നെങ്കിലും ഉണ്ടാവണം തോന്നുന്നുണ്ട് പുതിയ സംഭവങ്ങൾ വരുമ്പോൾ. നമുക്ക് ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ഒരു ഭയങ്കര വലിയൊരു ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, നമുക്ക് കൊമോഡിറ്റീസിൽ ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അത് അവിടെ ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണത്. നമ്മൾ ക്രിപ്റ്റോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബബിൾ ഉള്ളൊരു ഏരിയ ആണ്. എന്നുവെച്ചാൽ ബബിൾ ഇൻ ദ സെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ഏരിയയാണ് ക്രിപ്റ്റോ. സോ ഈ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ബബിളൊന്നും ഇല്ലാത്ത, ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു മേഖലയെ വിട്ടിട്ട് താങ്കൾ ക്രിപ്റ്റോ ആണ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് അപ്പോൾ ക്രിപ്റ്റോയിലേക്ക് വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല താല്പര്യമുള്ള കേസാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് പിന്നെ വന്നെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഓൾറെഡി കേൾക്കുന്നുണ്ട്. പക്ഷേ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ക്രിപ്റ്റോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പം അതിനെപ്പറ്റി പഠിച്ചു കൂടുതൽ
അങ്ങനെ അതിലും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ അതിലിപ്പം ട്രേഡിംഗ് ആണോ ചെയ്തത് അതോ ഇൻവെസ്റ്റിംഗ് ആണോ? ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് എന്ത് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ചെയ്യണം? അപ്പോൾ ഞാൻ ഫ്യൂച്ചർ ട്രേഡും സ്പോട്ട് ട്രേഡും ആണ് ചെയ്യുന്നത്. സ്പോട്ടും ഫ്യൂച്ചറാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഓൾറെഡി എന്താ ഈ ക്രിപ്റ്റോൻ്റെ കേസ് വരുമ്പം നമ്മൾ ഇതിന് എല്ലാ 4 വർഷം കൂടുമ്പോൾ ഒരു ബുൾ മാർക്കറ്റ് വരും. ആ ഒരു ബുൾ മാർക്കറ്റ് കണ്ടിട്ട് ക്രിപ്റ്റോയിൽ എല്ലാവരും പറ്റ ഡൗണിലേക്ക് വരുന്ന ടൈം ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പറ്റ താഴോട്ട് വരും. ആ ഒരു ടൈമിനാണ് എല്ലാവരും വൈഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമുണ്ട്. ക്രിപ്റ്റോൻ്റെ ഒരു റീച്ച് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത റീച്ചാണ് അതിനുള്ളത്. ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഒരു 10 കോടി വരെയൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കറക്റ്റ് പോയിന്റിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും നല്ലൊരു ലാർജ് മാർക്കറ്റാണ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ മറ്റേ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ജസ്റ്റ് പ്രൊഫൈൽ സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഇനീഷ്യൽ ബിസിനസ് ഹോട്ടലാണെന്ന് മനസ്സിലായി. ഫുഡിൻ്റെ ആ ഇൻഡസ്ട്രി ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഫുഡിൽ നിന്ന് മാറി നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ, അതിൻ്റെ ക്രിപ്റ്റോയുടെ ട്രേഡിങ് അതിലേക്ക് വന്നു. അപ്പം എങ്ങനെയാണ് ആ ചേഞ്ച് ഉണ്ടായത്? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽ ബിസിനസ്സാണ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹോട്ടൽ മീൻസ് റൂംസായി. പിന്നെ അത് റൂംസ് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയായിരുന്നു, ഫ്ലാറ്റുകൾ എടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഹോട്ടൽ ഫുഡിൻ്റെ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈയിൽ 8-9 ഷോപ്പുകൾ ഒപ്പരം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. കയ്യിലുള്ള ക്യാഷ് എടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് കടം വാങ്ങിയ ക്യാഷും കൂടി എടുക്കുന്നു. എല്ലാം കൂടിയും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അത് പൊട്ടുമ്പം വലിയൊരു ലോസാണ് എനിക്ക് വരുന്നത്. ഒരു 1.5 CR ലോസ് വരുന്നു. 1.5 കോടിൻ്റെ ലോസാണ് വരുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹോട്ടലിൽ? അന്ന് ഭയങ്കര 31 ഇയേഴ്സ്. ബിസിനസ് ലോസ് വരുന്നു, വലിയൊരു എമൗണ്ട് ലോസിലേക്ക് പോകുന്നു. ആ കറക്റ്റ് ടൈമിന് തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നു, ലോക്ക്ഡൗൺ വരുന്നു, പുറത്തുനിന്ന് വാങ്ങിയ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആ ഒരു ലോക്ക്ഡൗൺ ടൈമിന് വീട്ടിൽ ലോക്കാവുന്നു. ഫസ്റ്റ് ലോക്ക്ഡൗൺ ടൈമിലൊന്നും ആരും വന്നില്ല, വീട്ടിലേക്ക് വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പ്രശ്നമാവാൻ തുടങ്ങി. ആൾക്കാർ ഓൾറെഡി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്നത്. അവിടെ ഇതിലും വലിയ അവസ്ഥയാണ് ദുബായിൽ ചെന്ന് നോക്കിയപ്പോൾ. നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഹോസ്റ്റലിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലെ അവിടെ. അപ്പോൾ അവിടെ കടന്നിട്ട് ഒന്നും ചെയ്യാനില്ല, ജോലിക്ക് നോക്കിക്കുകയാണെങ്കിൽ ജോലിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ട്രേഡിംഗ് എന്നുള്ള ഒരു എന്താ പറയുക, ഇതല്ലാതെ വേറൊന്നും കാണുന്നില്ല അവിടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ സർവൈവ് ചെയ്യാൻ. ട്രേഡിങ് എന്താണെന്ന് അതിൻ്റെ ഇൻഡെപ്ത് പോയിട്ട് വൃത്തിക്ക് പഠിച്ചു എന്ന് വെച്ചിട്ടാണെങ്കിൽ ഫുൾ വീഡിയോസ് യൂട്യൂബ് നോക്കിയിട്ട് ഇന്ത്യൻസിൻ്റെ ഫുൾ വീഡിയോസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് വേറെ അമേരിക്കൻസിൻ്റെതോ യൂറോപ്യൻസിൻ്റെതോ ഒക്കെ ഒരു വിധം മനസ്സിലാവുന്ന വീഡിയോസ് മുഴുവനും കണ്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ക്ലിക്ക് എന്താണെന്ന് കിട്ടുന്നതും ഇതിൻ്റെ കമൻസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ടായിരിക്കാം പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ കഴിഞ്ഞത്. 31-ാമത്തെ വയസ്സിലാണ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ റിസ്ക് എടുക്കുന്നത്. കുറച്ചുകൂടി ഏജ് കുറവാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഇല്ല, നമുക്ക് ഫാമിലിയുടെ പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ല 20s ചെയ്യുകയാണെങ്കിൽ. അപ്പം ആ ഒരു 31-ാം വയസ്സിൽ ജോലി ഇല്ലാതെ എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്തത്? അപ്പം സ്ട്രഗിൾ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാനവിടെ ഒരു 2 മാസം പോലെ ഞാൻ റൂമിന് റെൻറ്റ് പോലും കൊടുക്കാതെ നിൽക്കുന്നത്. നമ്മളെ എല്ലാ എഫേർട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യാണ്, ചെറിയൊരു ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നു. ട്രേഡിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. ലോസ് വരുന്നുണ്ട്, കുറേ ലോസ് വരുന്നുണ്ടെങ്കിലും നമുക്കിത് സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് പഠിക്കലും പ്രോഫിറ്റ് ആവലും നിർബന്ധമായതുകൊണ്ട്, അതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റൽ നിർബന്ധമായതുകൊണ്ട് തന്നെ അത് ഇൻഡെപ്ത് പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് കുറച്ച് ടൈം എടുത്തപ്പോഴേക്ക് തന്നെ അതൊരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ പിന്നെ കുറച്ച് ഇൻകൊക്കെ വരാൻ തുടങ്ങി, റിട്ടേൺസ് വരാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നവും വന്നു, ഈ വിസൻ്റെ പ്രശ്നവും വന്നു. അപ്പോൾ ഈ വിസയ്ക്ക് വേണ്ടിയിട്ടാണ്, വിസൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ക്യാപിറ്റൽ എമൗണ്ട് ഞാൻ റൈസ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് വിസ അടിക്കുന്നതും അവിടെ ട്രേഡിങ്ങിൽ തന്നെ ഫുൾ ടൈം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും. അപ്പോൾ അവിടെയൊക്കെ ഒരു ടോക്ക് വന്നു, ഒരാൾ അവിടെ റൂമിൽ വിസയൊക്കെ അടിച്ചിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടെന്നുള്ള ലെവലിലൊക്കെ സംസാരം വന്നു. അപ്പോൾ പിന്നെ അത് പ്രോഫിറ്റിലായപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ട്രേഡ് ചെറുതായിട്ടൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ ആർക്കും ഇത് കാണിക്കുന്ന പോലും ഇല്ലായിരുന്നു. നമ്മൾ ട്രേഡിങ് അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റ് ഏതായിരുന്നു ആൾക്കാരെ. ക്രിപ്റ്റോ ഒക്കെ പറ്റി പറയുമ്പോൾ ആൾക്കാർ എന്തോ ഒരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ആരും അറിയാതെ എത്രയോ വർഷം ഞാൻ ആരോട് പറയാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ദുബായിലെത്തി പിന്നെ അത് ഇതിൽ ഫുൾ ടൈം സ്റ്റിക്ക് ഓൺ ആയപ്പോൾ പിന്നെ
ഇത് റൂമിലുള്ളവരൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അറിഞ്ഞു വലിയ ഫണ്ടൊക്കെ നമ്മളെ കമ്പനീസിൻ്റെ വലിയ ഫണ്ടഡ് അക്കൗണ്ടും അല്ലാതെ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാനൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അതൊക്കെ ആയിട്ട് കണക്റ്റ് ആയി. അവരൊക്കെ ആയിട്ട് വലിയ ഫണ്ടുകൾ കിട്ടാൻ തുടങ്ങി. അതൊക്കെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ നല്ല പ്രോഫിറ്റ് ആക്കാൻ തുടങ്ങി. ദുബായിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്ത് തുടങ്ങി. ദുബായിൽ നിന്ന് ഫണ്ടുകൾ കിട്ടാൻ തുടങ്ങി. അതിന് നല്ല പ്രോഫിറ്റ് ആണ്. നമുക്ക് അവിടെ 50-60 അല്ലെ 40-60 ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എന്ന പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും. പിന്നെ ഇനിഷ്യലി ദുബായിൽ തന്നെ ക്രിപ്റ്റോയിൽ ഫണ്ട് മാനേജിങ് ചെയ്താണ്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ സെക്കൻഡ് ടൈം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫണ്ട് മാനേജ്മെന്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസറ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെയ്തു, പ്രോഫിറ്റായി, കടങ്ങളൊക്കെ വീടി നല്ലൊരു ലെവലിലായപ്പം പിന്നെ നല്ലൊരു എമൗണ്ട് ആ കറക്റ്റ് ടൈമിനായിരുന്നു 2022 ആ ഒരു ഡിസംബർ ആ സമയത്താണ് മാർക്കറ്റ് പറ്റ താഴേക്ക് വന്നത്. ക്രിപ്റ്റോ ഒക്കെ ബിറ്റ് കോയിനൊക്കെ ഒരു 15,000 ആ ഒരു ലെവലിലേക്ക് വന്നു. നമ്മുടെ 2021 ഫസ്റ്റ് ബുൾ മാർക്കറ്റ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിയുമ്പോൾ പറ്റ താഴേക്ക് വരും, ഭയങ്കര ഡൗണിലേക്ക് വരും. അപ്പോൾ ആ ഒരു ടൈമിനാണ് ഞാൻ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് ഫുൾ എടുത്തിട്ട് ഞാനിത് വാങ്ങിയിടുന്നത്. അത് ഫുള്ള് വാങ്ങിയിടുന്നു, നല്ലൊരു എമൗണ്ട് കുറച്ചും കൂടി ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്നു, റിട്ടേൺ വരുന്നു, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിൽ ഇനിഷ്യൽ ഫണ്ടിങ് എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ടായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ദുബായിൽ ഞാനൊരു $30 മില്യൺ ഒരു ക്യാപിറ്റൽ, ഏകദേശം ഒരു 300 കോടിൻ്റെ അടുത്തുള്ള ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിലും എന്താ പറയുക, അതിൽ ആൾക്കാർക്ക് സംശയമുണ്ട്, ഞാൻ 300 കോടി കൈ കിട്ടിയാണോ സംശയമുണ്ട്. 300 കോടിൻ്റെ ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ അതെടുത്തേക്ക് എൻ്റെ കയ്യിൽ 300 കോടി ഉണ്ട് എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ അത് കുറേ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, എനിക്ക് 300 കോടി കൈ കിട്ടിയോ. അതല്ല സംഭവം. 300 കോടിയുടെ ബിസിനസ് ചെയ്താൽ അതിൻ്റെ ഒരു 10 or 20% നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ 10% ക്യാഷ് കമ്മീഷനായിട്ട് കിട്ടും. മനസ്സിലായോ? നാട്ടിൽ ഏകദേശം ഹോട്ടൽ ബിസിനസ് പൊട്ടിയെന്ന് തന്നെ പറയാം. പൊട്ടി അറൌണ്ട് 1.5 CR കടവുമായിട്ടാണ് ദുബായിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തു. ബിറ്റ്കോയിനിലാണ് ട്രേഡ് ചെയ്തത്, BTCയിലാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ അവിടെ ഇനിഷ്യൽ ക്യാപിറ്റൽ വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കാം. എന്നിട്ട് അതിൽ നിന്നാണ് റേസ് ചെയ്ത് അറൌണ്ട് 300 CR വന്നത്. സോ അത്ര വലിയ എമൗണ്ട് മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് ആ ഒരു സ്ട്രെസ് അവിടെ മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ പിൻ പോയിന്റ് ഡിസിഷൻസ് എങ്ങനെയാണ് അവിടെ എടുക്കാൻ പറ്റിയത് അവിടെ? എന്നുവെച്ചാൽ ഇത് നമ്മളിപ്പം ഈ പറഞ്ഞൊരു എമൗണ്ട്, അല്ലെങ്കിൽ 300 കോടി അല്ല $30 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടൊന്നും എത്തിയതല്ല. ഞാനും ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ടിങ് ചെറിയ $5 $10 തന്നെ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ 100 1500 അങ്ങനെ കൂടി വന്നതാണ്. അതും ടൈം എടുത്തിട്ട് ഹാൻഡിൽ ചെയ്തതാണ്. അത് ടൈം എടുത്ത് ഇതിനെപ്പറ്റി പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കറക്റ്റ് വേ ഓഫ് ഡിസിപ്ലിൻ എങ്ങനെ മാനേജ് ചെയ്യണം, കഴിക്കുന്ന ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്, ഉറക്കം കൺട്രോൾ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? അങ്ങനല്ല. അതിൻ്റെ ബാക്ക് എൻഡിൽ അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പോൾ പണ്ട് ബിസിനസ് പൊട്ടി നിൽക്കുമ്പം പോലും ഇഷ്ടം പോലെ ബുക്കുകൾ വായിക്കുന്നുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട, സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ബാക്ക് എൻഡിൽ ഇതിൻ്റെ ഒരു വർക്ക് നല്ലോണം. അതിപ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ഇപ്പോൾ എനിക്കൊക്കെ എന്ത് ഭാഗ്യം, എന്ത് സുഖമാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എടുത്തൊരു എഫേർട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എന്താ പറയുക, അതാർക്കും ഓർമ്മയല്ല. ഇപ്പോൾ തന്നെ മാത്രമാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രേഡിങ് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് സൈക്കോളജി, ഇതിൻ്റെ മെഡിറ്റേഷന്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷന് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മൾ ഫ്രാക്ചർ ഓഫ് സെക്കൻഡിൽ മാറുന്ന മാർക്കറ്റാണ്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലൊക്കെ ചിലപ്പോൾ $5000-10,000 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഫോക്കസോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൽ മാർക്കറ്റിൽ 5-8 മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പിരിക്കേണ്ടി വരും. ലെവലിൽ ഇരുന്നിട്ടാണ് അത് അന്ന് ഇരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ലെവലിൽ ഞാൻ ഇരിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, അവിടെ സെൻസ് ഓഫ് അർജൻസി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അത് വർക്കൗട്ടായാണ് അവിടെ. അത് ഇരിക്കലും സർവൈവ് ചെയ്യലും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് അവിടെ അത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ബാക്കിലുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഡിപ്രഷൻ്റെ എന്താ പറയുക, അപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മോട്ടിവേഷൻ ആൾക്കാർ പറയാറുണ്ടല്ലോ, നമ്മൾ ഡിപ്രഷനാണ് ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവൽ. അതൊക്കെ വെറുതെ പറയുന്നതല്ല, അതൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോണ ലെവലിൽ വരെ എത്തിയിട്ടുണ്ട് ഒരു കാര്യങ്ങൾ.
ഞാൻ ആ ഷാർജയിൽ ഫ്ലാറ്റ് താമസിക്കുന്ന സമയത്ത് എന്താ പറയുക ഒരു 10ാം നിലൻ്റെ മുകളിൽ ഞാൻ ചാടാൻ നോക്കിയിട്ട് ഇന്ന അവിടെ നിന്ന് ആൾക്കാർ പിടിച്ചിട്ട് റൂം മാറ്റിയിട്ട് റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം രാത്രി ഞാനൊരു കവറും പിടിച്ച് ഷാർജയിൽ ആ സ്ട്രീറ്റിൽ കൂടി ഞാൻ നടന്നിട്ട് അന്ന് രാത്രി തന്നെ പിന്നെ വേറെ റൂം തപ്പി പിടിച്ചിട്ട് അവിടെ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഒരു സെൻസ് ഓഫ് അർജൻസി എന്ന് പറഞ്ഞാൽ അന്ന് അത്രയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ ഇതൊന്നും ഞാൻ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ സ്റ്റോറി ഞാൻ ഫസ്റ്റൊക്കെ പറഞ്ഞപ്പം പണ്ട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞപ്പം ഞാൻ അന്ന് സംഭവിച്ച ശരിക്കും റിയൽ ആയിട്ടുള്ള സ്റ്റോറിൻ്റെ 1% പോലും ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്രയും ഡിപ്രഷനും ടെൻഷനും ആങ്സൈറ്റിയും ഇതെല്ലാം കൂടിയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ കംഫർട്ട് സോൺ എന്നുള്ള സംഭവം കംപ്ലീറ്റ് ആയിട്ട് വിട്ടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുന്ന എനിക്ക് തോന്നുന്നത് അതായിരിക്കാം സംഭവം. ഞാൻ അതിലൊന്നും എക്സ്പേർട്ട് അല്ല, പക്ഷേ എൻ്റെ ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം അതാണ്. ഇപ്പം ഡിപ്രഷൻ, ടെൻഷൻ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഇത് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ, ഞാൻ ഡീപ്പ് വർക്ക് എന്നൊരു ബുക്ക് വായിച്ചു. അതായത് നമ്മുടെ കാൽ ന്യൂപോർട്ട് ഒരു ഓതറാണ്. അപ്പം നമ്മളെക്കാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ചും കൂടി ഹയറിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഇന്റർവ്യൂസ്, യൂട്യൂബ് അല്ല, ബുക്സാണ്. അവരെഴുതിയ ബുക്സ്. അപ്പം അതിൽ ആ ഒരു ഓതർ പറയുന്നത് ആൾക്ക് ബുക്ക് എഴുതാൻ വേണ്ടി ആളൊരു ജസ്റ്റ് ഒരു റൂം റെന്റിന് എടുത്തു, അകത്ത് കയറിയിരുന്നു. ആൾക്ക് ഡിസ്ട്രാക്ഷൻ വരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വെളി വെച്ചിട്ട് അതിൽ 7 ദിവസത്തോളം പൂട്ടിയിരുന്നു ആൾ. കോൺസെൻട്രേഷനും നല്ലതായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആള്. അപ്പം അത് ആള് ചെയ്തൊരു മെത്തേഡാണ് ആ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് കൂട്ടാനായിട്ട്. അപ്പം അങ്ങനത്തെ മെത്തേഡുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ റൂം മാറി, ഈ 3 ആൾക്കാരുടെ ഹോസ്റ്റലിൽ നിന്ന് ഒറ്റയ്ക്ക് മാറി. ആദ്യം തന്നെ അതാ ചെയ്തത്, ഒറ്റയ്ക്ക് മാറി. അവിടുന്ന് ആദ്യം സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ബുക്സ് മാത്രം. പണ്ട് വായിച്ച ബുക്കുകളുമുണ്ട്, അല്ലാതെ പുതിയ ബുക്കുകളുമുണ്ട്. ഇത് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ജോ ഡിസ്പെൻസ, ഹുസൈൻ സെൽവ, പാരബിൾ ഓഫ് പൈപ്പ്ലൈൻ, യു ആർ ദ പ്ലസിബോ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. സൈക്കോളജി റിലേറ്റഡ് ബുക്സ് ആണ്. സൈക്കോളജി റിലേറ്റഡും പിന്നെ എന്താ പറയുക, പക്ഷേ പാരബിൾ ഓഫ് പൈപ്പ്ലൈനൊക്കെ എനിക്ക് എന്താ പറയുക പണ്ട് വായിച്ചതാണ്. എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ബുക്കായിരുന്നു. പിന്നെ ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ, പിന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ അങ്ങനെ കുറേ ബുക്കുകൾ വായിച്ചു, ഇഷ്ടംപോലെ ബുക്കുകൾ വായിച്ചു. നമുക്ക് 2 ലെവലിൽ ചെയ്യാം. എന്നുവെച്ചാൽ ലോ ഓഫ് അട്രാക്ഷനും ഉപയോഗിക്കാം, ലോ ഓഫ് അസംഷനും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഇന്ത്യൻസൊക്കെ ഉപയോഗിക്കുന്ന പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പുറത്തുള്ളവർ ഉപയോഗിക്കുന്ന പറയുകയാണെങ്കിൽ ഫോറിനേഴ്സൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോ ഓഫ് അസംഷനാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലോ ഓഫ് അസംഷൻ എന്ന് പറയുമ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യണം, സബ് കോൺഷ്യസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെവലിൽ നമ്മൾ ജീവിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 1000 കോടിൻ്റെ ആസ്തിയുള്ള ഒരാളാണെങ്കിൽ ഞാൻ 1000 കോടിൻ്റെ ആസ്തിയുള്ള ഒരാളെപ്പോലേക്ക് ഞാൻ പിന്നെ ജീവിക്കുന്നുണ്ടാകാം. ആ ലെവലിലേക്ക് മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നു. അതൊന്നും ഈ പറയും പോലെ ഈസി അല്ല കേട്ടോ. ഇത് എന്താ പറയുക, കുറേ ഇതൊക്കെ വായിക്കുന്നു, കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു, വെച്ചാൽ അതൊരു ലൈഫ് സ്പാൻ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ഈ ലെവൽ 300 കോടിയുള്ള ലെവലൊക്കെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒരു നോർമൽ ലെവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതെന്തായി പറയുന്നതെന്ന് തോന്നും, അല്ലെങ്കിൽ ഇതെന്താ സംഭവം വെറുതെ പറയണമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇതിപ്പോൾ ഏതൊരാളാണെങ്കിലും ഇപ്പം എന്താ പറയുക 10,000 കോടിൻ്റെ 50,000 കോടിൻ്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്നവരല്ലേ. അവരൊന്നും ഒറ്റയടിക്ക് 10,000 കോടിൻ്റെ ബിസിനസ് ചെയ്തല്ലല്ലോ. ആദ്യം ചെറുതും തുടങ്ങി അല്ലെങ്കിൽ അവരെ മൈൻഡ് സെറ്റിനെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചതാണല്ലോ. എന്നിട്ടാണല്ലോ ആ ഒരു ലെവൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. അതന്നെ സംഭവം. എന്തൊക്കെ മെത്തേഡ്സ് ആണ് ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് രീതിയാണ് ചെയ്യുന്നത് ക്രിപ്റ്റോയിൽ? അല്ല, നമ്മൾ ഈ ക്രിപ്റ്റോ അല്ലെങ്കിൽ ട്രേഡിങ് ഏതായിക്കോട്ടെ, അപ്പോൾ ഇതിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ്, നമ്മൾ ഇതിലെ ഫണ്ടമെൻ്റൽസും അല്ലെങ്കിൽ ചാർട്ടും എന്തൊക്കെ ടൂൾസും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും അതൊക്കെ പഠിച്ചാലും അതെല്ലാം ഇതിൻ്റെ ടോട്ടൽ എന്താണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10% മാത്രമേ അതുള്ളൂ എന്നാണ് ഞാൻ പറയാം. ബാക്കി 90% ഇതിൻ്റെ സൈക്കോളജിയാണ്. അതങ്ങനെ ഞാൻ പറയും. എന്നുവെച്ചാൽ നമുക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ എന്താ പറയുക മൈൻഡ് സെറ്റ്, മില്യണർ മൈൻഡ് സെറ്റിലേക്ക് വരണം. എന്തൊരു സംഭവത്തിന് നമ്മൾ നോക്കിക്കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലേക്കും. അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ അങ്ങോട്ട് വരാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോഴേ ഒരു ട്രേഡർ ശരിക്കും ഒരു എന്താ പറയുക നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട്, അല്ല എന്ത് മേഖലയിലാണെങ്കിലും ഒരു സക്സസ് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വേണം എന്ന് തോന്നുന്നു. നിലവിൽ ഇപ്പോൾ ക്രിപ്റ്റോയുടെ ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിൽ നോക്കുകയാണെങ്കിൽ പലതും ഫെയിൽഡാണ്.
മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടപ്സ് അവിടെ ഫെയിൽ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളവിടെ ഏത് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത് ആസ് ഒരു ഇന്ത്യൻ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുമ്പോൾ? എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കുന്നില്ല എന്നുള്ളത്. കേരളത്തിൽ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കിട്ടിയാലും ഈ സ്റ്റാർട്ടപ്പ് വർക്കൗട്ട് ആണെങ്കിൽ അതിന് വേണ്ട നമ്മൾ എന്താ പറയുക, ഇതിനും ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വേറെ പെർസ്പെക്റ്റീവിൽ വേണം ഇത് ഈ സാധനത്തിന് കാണാൻ. ഒരു ദിവസം കൊണ്ട് സ്റ്റാർട്ടപ്പ് സക്സസ് ആകിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിലുള്ള ട്രസ്റ്റാണ് വേണ്ടത്, അല്ലാണ്ട് ഹോപ്പല്ല. ഹോപ്പ് വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നത്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബെഗർ. പക്ഷേ ട്രസ്റ്റ്, ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് 100% വിശ്വാസമുണ്ട്. അത് വിജയിക്കുന്നവരെ ഞാൻ അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യും. അത് നമ്മൾ ആദ്യം പ്രതിജ്ഞ എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്, എനിക്കിപ്പോൾ നല്ലൊരു വിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു സംരംഭം വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂല. എൻ്റെ അതേ വിഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീം വേണം. എൻ്റെ ടീമാണ് എൻ്റെ വിഷൻ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആക്കി തരുന്നത് എൻ്റെ ടീമാണ്. അപ്പോൾ നമുക്ക് ആ ടീമിനെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പല കേസിൽ പല സ്റ്റാർട്ടപ്പുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് സ്റ്റാഫുകൾ ആദ്യം വെക്കുന്നു, അവരെ കൊണ്ട് ഇത് നടക്കൂലെന്ന് തോന്നുന്നു, അത് വിഡ്രോ ചെയ്ത് പോകുന്നു. എന്നുവെച്ചാൽ ഞാനൊക്കെ 6 മാസം ടൈം എടുത്തിട്ടുണ്ട് എൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ ദുബായിൽ ചെയ്ത് വന്നിട്ടും ഞാൻ ഇവിടെ വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഈ പറഞ്ഞ ദുബായിൽ ഉപയോഗിച്ച അതേ മെത്തേഡ് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ മാറ്റി വെക്കുന്നു, സോഷ്യൽ മീഡിയ മാറ്റി വെക്കുന്നു, എല്ലാം മാറ്റി വെച്ചിട്ട് ഈ കമ്പനീൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്ലാറ്റ് എടുക്കുന്നു. ഫ്ലാറ്റ് എടുത്തിട്ട് എല്ലാ ദിവസവും എല്ലാവരും എത്തുന്നതിന് മുമ്പ് 10 മണിക്ക് ഓഫീസ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഞാൻ 8:45 9 മണിക്ക് ഞാൻ ഇവിടെ എത്തും. എന്നിട്ട് രാത്രി 12 മണി വരെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു വർഷം ഞാൻ കണ്ടിന്യൂസ്, ഒരു സൺഡേ മാത്രമേ ഓഫുള്ളൂ, ഒരു വർഷം കണ്ടിന്യൂസ് ഇതിൻ്റെ പിന്നെ തന്നെ ഇരുന്നു. ഇത് വിജയിപ്പിച്ചിട്ടേ ഞാൻ നിൽക്കും. അത് ഞാൻ എന്താ പറയുക, പവർ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാനത് ഉറപ്പിച്ചറിഞ്ഞതാണ്, ഇത് വിജയിപ്പിച്ചാൽ നിൽക്കും. അപ്പോൾ അതിനെനിക്ക് എന്താ പറയുക, ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റി. ഇപ്പോൾ നമ്മളെ പേജ് നോക്കിയാൽ തന്നെ അറിയാം, ഇത്രയും കാലമായിട്ട് പഠിച്ചിറങ്ങിയ ആർക്കും ഒരു നെഗറ്റീവ് കമൻറ്റും ഇല്ല, എല്ലാവരും സക്സസ്ഫുള്ളാണ്. ട്രേഡിങ് പഠിച്ചവർ പഠിച്ചിറങ്ങിയ എല്ലാവരും സക്സസ്ഫുള്ളാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താ പറയുക, കുറേ കമ്പനീസുമായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റി. പല കമ്പനീസുമായിട്ട് കൊളാബ് ചെയ്ത് അവരെ അസറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ബിസിനസ് ആണെങ്കിലും കുറേ ആൾക്കാരുമായി ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ടീം ബിൽഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് 6 months എടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഫൈനാൻസ് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നടത്തുന്നത്. അപ്പം ഇവിടെ വരുന്ന എൻക്വയറീസ് ആണെങ്കിൽ ആൾക്കാർ ക്രിപ്റ്റോ എന്താണ്, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന് ഒരു നോളേജ് വളരെ കുറവുള്ള ആൾക്കാരായിരിക്കും, അറൗണ്ട് 80%. അപ്പം ഫൈനാൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ഒരു സാധനമല്ലേ അത്? ബട്ട് അതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ സക്സസ്ഫുൾ ആണോ ആ ഒരു ഫൈനാൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ? ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് എല്ലാവർക്കും. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ ഇത്രയും ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, നമ്മൾക്ക് മറ്റേ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും നമുക്ക് അത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഈ 2009 ഞാൻ ശരിക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നേക്ക് ഞാൻ എൻ്റെ അത്യാവശ്യം ഒരു ഐഡിയ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ആളോട് ഞാൻ ചോദിച്ചു നോക്കി, ഇങ്ങനെ എൻ്റെ കയ്യിൽ 50,000 റുപ്പീസ് വന്നപ്പോൾ ഞാൻ എനിക്ക് ഷെയർ മാർക്കറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പേപ്പറിൽ വായിക്കുന്നുണ്ട് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഷെയർ മാർക്കറ്റിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ ഇത് അറിയുന്ന ഒരാളെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ശരിക്കും 2010 ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഫ്യൂച്ചർ എന്തായിരിക്കും ക്രിപ്റ്റോയിലെ കാണുന്നത്? ഇപ്പം അത് റെഗുലേറ്റ് ചെയ്യുമോ, അതോ ഫിസിക്കൽ കറൻസി മാറ്റി ഡിജിറ്റൽ കറൻസിയിലേക്ക് വരുമോ? എന്താണ് ആ ഒരു ഫ്യൂച്ചർ കാണുന്നത് ക്രിപ്റ്റോയിൽ? അല്ല, ക്രിപ്റ്റോയിൽ ഇന്ത്യൻ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഇപ്പോൾ ഡിജിറ്റൽ കറൻസി ഇറക്കിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് വരാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു, സാധ്യത കൂടുതൽ. അത് എല്ലാ രാജ്യങ്ങളും ഇത് റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുമ്പം ഒരു ഇന്ത്യക്ക് മാത്രം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ടോപ്പ് 5 കോയിൻസ് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് 5 കോയിൻസ് എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ, എതീറിയം, ഇങ്ങനത്തെ കോയിൻസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് മീം കോയിൻസ് ഉണ്ട്. നമുക്ക് അങ്ങനത്തെ കോയിൻസ് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഇതൊരു ജെനുവിൻ കോയിനാണ്, ഇതൊരു ജസ്റ്റ് ഒരു മാനിപ്പുലേഷന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു കോയിൻ, അത് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ കേസിൽ ഞാൻ ചെയ്യുന്ന സംഭവം പറയുകയാണെങ്കിൽ, ഇങ്ങനത്തെ മെം കോയിൻസിൽ ചെറിയ എമൗണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിടും. കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടേണല്ലോ ലെവലിൽ. അതിൻ്റെ പിന്നാലെ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ പോകാറില്ല. എന്നുവെച്ചാൽ നമുക്ക് ഓൾറെഡി നല്ലൊരു ലിസ്റ്റ് ഓഫ് കോയിൻസ് ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ. റിസ്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് വെറുതെ ഇൻ കേസ് കിട്ടിയ ലോട്ടറി അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തിടും. 34 വയസ്സിൽ ഹോട്ടൽ സംരംഭം വിട്ടു, പിന്നെ ട്രേഡിങ്ങിലേക്ക് വന്നു.
ഇപ്പോൾ നിലവിൽ എന്തെല്ലാം ബിസിനസ്സസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം സർവീസുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ ദുബായിൽ വേറെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ ഇവിടെ ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ കുറേ സംഭവങ്ങൾ, കുറേ കോഴ്സുകളും കാര്യങ്ങളും നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ പുതിയ പ്രൊജക്റ്റുകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ വരുന്നവരാണെങ്കിലും നമ്മൾ ട്രേഡിംഗ് മാത്രമല്ല നമ്മൾ പഠിപ്പിച്ച് വിടുന്നത്, അവരെ മൈൻഡ് സെറ്റ് തന്നെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. തോട്ട് ബിക്കം തിങ്സ് എന്നാണ്. ദാരിദ്ര്യം തന്നെ ചിന്തിച്ചിട്ടാണെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് തന്നെ പിന്നെയും പോകും. ട്രേഡിങ്ങിലാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാറാണ്, നിങ്ങൾ എംപ്ലോയി മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാറുണ്ട്. ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല ബില്യണർ മൈൻഡ് സെറ്റ് ആകണം. മില്യണർ മൈൻഡ് സെറ്റ് അല്ല, ബില്യണർ മൈൻഡ് സെറ്റിലാക്കണം. ഈ മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെയും മാറും. ഇപ്പം IG പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ, അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അവരെ മോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ സർവീസസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ എന്താ പറയുക, 65-70 വയസ്സുള്ളവർ വരെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവരെ പഠിക്കും, ഇവരെങ്ങനത്തെ ആൾക്കാരാണ്, ഏത് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവർക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വെറുതെ ഒരു ക്ലാസ് കൊടുക്കല്ല, 2 ടീച്ചേഴ്സ് ഉണ്ടാവും ക്ലാസ്സിൽ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും 2 ടീച്ചർ അഡ്വാൻറ്റേജ് ആണ് കൊടുക്കുന്നത്. 2 ടീച്ചർ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടീച്ചർ ക്ലാസ് എടുത്ത് പോകുമ്പം അതിൻ്റെ സെക്കൻഡ് ടീച്ചർ വന്നിട്ട് ഇവർക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാം ഇവരെ ഫോളോ അപ്പ് ചെയ്യും. ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഏത് ഏരിയയാണ് മനസ്സിലാവാത്തത്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ 2 ടീച്ചേഴ്സും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ്സുകൾ അങ്ങനെയാണ് ഇവർക്കനുസരിച്ച് മോൾഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ഏത് പോയിൻ്റാണ് കിട്ടാത്തത്, ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരെയും അറിഞ്ഞ് പഠിപ്പിച്ചാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ബിഗിനിങ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് പഠിപ്പിച്ചിട്ട്, അതിപ്പോൾ 2 മാസത്തെ കോഴ്സ് ആണെങ്കിൽ 2 മാസം കൊണ്ട് തീർന്നില്ലെങ്കിലും ഒരാഴ്ചയും കൂടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താലും അത് ഫുള്ള് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. ഇനി IG ഗ്രൂപ്പിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി നിലവിൽ എക്സ്പാൻഷൻ ഉണ്ടോ, വീണ്ടും ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ടോ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫസ്റ്റ് 1 ഇയറിൽ തന്നെ നമുക്ക് ബ്രാഞ്ചുകൾ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൊച്ചിയിലും ബാംഗ്ലൂരും ഇപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബോംബെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കുറേ പ്ലാനുകളുണ്ട്. ഞാൻ സംസാരിച്ചു പറഞ്ഞായിരുന്നു, വളരെ ഡിസിപ്ലിൻ ലൈഫ് അല്ലെങ്കിൽ വെൽ കാൽക്കുലേറ്റഡ് ലൈഫാണെന്ന് പറഞ്ഞു. അപ്പം ട്രേഡിംഗ് ഉണ്ട്, വെൽത്ത് മാനേജ്മെൻറ്റ് ഉണ്ട്, ബിസിനസ്സസ് ഉണ്ട്, അല്ലാതെ വേറെ എന്തൊക്കെ ഹോബീസ് ആണുള്ളത് നിലവിൽ? എനിക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ കുറേ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വണ്ടികൾ ഭയങ്കര ക്രൈസാണ്. പണ്ട് മുതലേ വണ്ടികൾ ക്രൈസാണ്. പണ്ടും വണ്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു പർട്ടിക്കുലർ ഒരു ലോസ് ടൈമിൽ അതൊക്കെ പോയി. കോമ്പസ്, ഇന്നോവ, സ്വിഫ്റ്റ്, ബുള്ളറ്റ്, I-20 കുറേ വണ്ടികളുണ്ടായിരുന്നു. ഒക്കെ പോയി. പിന്നെ അതൊക്കെ ഇപ്പോൾ പിന്നെ റീകളക്ട് ചെയ്ത് വരുന്നുണ്ട്, തിരിച്ചു പിടിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് വണ്ടികളുണ്ടെന്ന് പറയും. ഉള്ള കളക്ഷനിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആഗ്രഹിച്ചെടുത്ത വണ്ടി ഏതാണത്? അത് ഞാൻ ഓടി A6 ആയിരിക്കും. എന്നുവെച്ചാൽ അതിൽ ഞാനൊരു 1 ഇയർ വെയിറ്റ് ചെയ്തിട്ട് എടുത്തൊരു വണ്ടിയാണ്. നമ്മൾ ഈ ജോജു സിനിമയിലുള്ള ജോജു ജോർജ് അല്ലെങ്കിൽ മമ്മൂക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഈ ഓടിൻ്റെ A6 3 ലിറ്റർ സ്പെഷ്യൽ മോഡലുണ്ട്, ഒരു ക്വാർട്ടർ വണ്ടി. ആ സാധനമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായി ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 1 ഇയർ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഒരു A6-ൻ്റെ 3 ലിറ്റർ എൻജിൻ കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഇനി ഏതെങ്കിലും തിരിച്ചു പിടിക്കാൻ ഏതെങ്കിലും വണ്ടിയുണ്ടോ മനസ്സിലായി? വണ്ടീൻ്റെ പണ്ടേ കോമ്പസ് നോക്കുന്നുണ്ട്, അതിപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ കുറേ വണ്ടികളുണ്ട്, പ്ലാനിലുണ്ട്. ക്രിപ്റ്റോനെ പറ്റി കുറേ ഇൻസൈറ്റ്സ് കിട്ടി, ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റി കുറേ ഇൻസൈറ്റ്സ് കിട്ടി, കുറേ നല്ല ബുക്സ് നമുക്ക് റെഫറൻസ് കിട്ടി. സോ ഇത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇനിയും IG ഗ്രൂപ്പ് ഒരുപാട് എക്സ്പാൻഡ് ആവട്ടെ, വളരട്ടെ, കോടികളുടെ ഫണ്ട് ഇനിയും ഡീൽ ചെയ്യട്ടെ. സോ താങ്ക് യു ഫ്രം MyFin TV.